ഓക്കെ ഗേസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാൻ ദേ ഇവിടെ പുതിയ ബൈക്കൊക്കെ മേടിച്ചു. ഇത് ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടോ? ഇതാ മറ്റേ കവാസക്കിയുടെ നിഞ്ച H2R. സംഭവം നൈസ് ബൈക്കാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ ബൈക്കിന് നല്ല സ്പീഡുണ്ട്. നമ്മുടെ സിറ്റിയിൽ പിന്നെ ഒരു റാം ചലഞ്ച് നടക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ഈ ബൈക്ക് മേടിച്ചത്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ബൈക്കാ, അല്ലാണ്ട് അടിച്ചു മാറ്റിയതല്ല. എന്തൊട്ടായാലും എനിക്ക് ഈ ബൈക്ക് ഇഷ്ടമായി. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇന്ന് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആ റാം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. നമുക്കപ്പോൾ അതിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ശരിക്ക് ഈ കാണുന്ന ബൈക്കില്ലേ, ഇത് സ്റ്റണ്ട് റേസിനെ പറ്റിയ ബൈക്കല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ബൈക്ക് വെച്ചിട്ട് സ്റ്റണ്ട് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ റേസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടേ ഇനിയും 2-3 മണിക്കൂറും കൂടി ഉണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ചേരം ഇരുന്ന് TV കാണാം. ഓക്കെ ഗേസ്, ഈ കാണുന്ന വീട്ടിലെ ഒരുത്തൻ താമസിക്കുന്നുണ്ട് കേട്ടാ. ഇവനാണ് എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റിയത്. എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അതാ മറ്റേ ഗോസ്റ്റ് റൈഡർ ബൈക്കാ. അതൊരു റയർ ബൈക്കായിരുന്നു. ഇയാൾ എന്നിട്ട് ആ ബൈക്ക് അടിച്ചു മാറ്റി, എന്നിട്ട് വേറെ ആർക്കോ കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് കുറെ കാശുണ്ടാക്കുകയും ചെയ്തു. ഇയാളെ ഞാനിപ്പോൾ ഏതായാലും വെറുതെ വിടാൻ പോണില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇയാൾ പുതിയ ബൈക്കൊക്കെ മേടിച്ചാ? എൻ്റെ ബൈക്ക് വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് ഇയാൾ പുതിയ ബൈക്ക് മേടിച്ചു. ഇന്നാ പിടിച്ചോ. ആ ബൈക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് പിന്നെ ഈ സിറ്റിയിലെ എന്തോ റാം ചലഞ്ചൊക്കെ നടക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിനായിരിക്കും അവൻ ആ വണ്ടി മേടിച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ആവട്ടെ, ആ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ അവൻ എങ്ങനെയാണാവോ ആ റാം ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? എനിക്കൊന്ന് കാണണം. ഒരു മിനിറ്റ്, ഞാനിവിടെ എന്തോ സൗണ്ട് കേട്ടുല്ലോ. അല്ല, ഇതെന്തത്? ഇതെന്റെ പുതിയ ബൈക്കല്ലേ? ഇതാരെ കത്തിച്ചു കളഞ്ഞേ? ഷേ, ഇതിപ്പോ പണിയല്ലോ. എന്റെ ബൈക്ക് ആരോ കത്തിച്ചു കളഞ്ഞു. ഇതാരി പണി ഒപ്പിച്ചേ? അവന് ഞാൻ വെറുതെ ഓടാൻ പോണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ റേസ് ഇല്ലേ, അത് സ്റ്റാർട്ടാവാറായി. നമുക്കിനി അധികം സമയമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വണ്ടി സെറ്റാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. വണ്ടി ഇല്ലെങ്കിൽ എനിക്ക് ആ റേസിൽ കയറാൻ പറ്റില്ല. അത് മാത്രല്ല, ആ റേസിൽ നമ്മൾ ജയിച്ചാലേ നമുക്ക് 1 കോടി രൂപയെ കിട്ടാൻ പോണേ. ആ 1 കോടി മിസ്സാവും. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വണ്ടി സെറ്റാക്കണം. ഇത് പിന്നെ ഒരു ബൈക്കിന്റെ റേസാണ് കേട്ടാ. നമുക്ക് ബൈക്ക് തന്നെ വേണം. ഇവിടെ പിന്നെ റോഡിൽ ഇഷ്ടം പോലെ കാറ് പോവുണ്ട്. കാറുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ബൈക്ക് തന്നെ വേണം. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിലെ ഇഷ്ടം പോലെ ബില്യണേഴ്സ് ഉണ്ട് കേട്ടാ. അവരുടെയൊക്കെ കയ്യിൽ എന്തായാലും ഒരു സൂപ്പർ ബൈക്ക് ഉണ്ടാവും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആരുടെങ്കിലൊക്കെ ഒരു വണ്ടി അടിച്ചു മാറ്റാം. ഇനിയിപ്പോൾ അതിന് നിവൃത്തിയുള്ളൂ, ആരുടെങ്കിലൊക്കെ വണ്ടി അടിച്ചു മാറ്റാം. ഇനിയിപ്പോൾ പുതിയ ബൈക്ക് മേടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശില്ല. ഉള്ള കാശ് കൊടുത്ത് ഒരു ബൈക്ക് മേടിച്ചു. ആ ബൈക്കാണെങ്കിൽ ആരോ കത്തിച്ചു കളഞ്ഞു. ഇവിടെ ഇപ്പോൾ ആരുടെ കയ്യിലെ സൂപ്പർ ബൈക്കുള്ള? ഈ ഭാഗത്ത് എനിക്ക് ബൈക്കൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ സൂപ്പർ ബൈക്ക് വേണ്ട, സാധാരണ ഒരു ബൈക്ക് ആയാലും മതി. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, ഈ ഭാഗത്ത് ഒരു വീടുണ്ട്. ഇത് ഏതൊരു ബില്യണേർ താമസിക്കണ വീടാ. ഇവിടെ ചിലപ്പോൾ വണ്ടി ഉണ്ടാവും. ഈ വീട്ടിൽ ആരില്ലേ? ഈ വീട്ടിൽ എനിക്ക് ആരെയും കാണാനില്ല. ഇത് പിന്നെ ഈ വീടിന്റെ ഗ്യാരേജാ. ഗ്യാരേജിന്റെ അകത്ത് ഒരു വണ്ടി പോലും ഇല്ല. ഈ വീട്ടിലപ്പോ ആരും താമസിക്കണ്ടാവില്ല. ഷേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്കൊരു ബൈക്ക് സെറ്റ് ആക്കണല്ലോ. ഈ റേസ് ഇപ്പൊ സ്റ്റാർട്ടാവാറേ, നമുക്കധികം സമയമില്ല. എനിക്കാണെങ്കിൽ ആ 1 കോടിയില്ലേ, ആ 1 കോടി മിസ്സാക്കാനും പറ്റില്ല. അതെ, എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട് കേട്ടാ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രല്ല, ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്ക് തൽക്കാലം നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിൽ പിന്നെ എന്തായാലും പാർക്കിംഗ് ഉണ്ടാവുമല്ലോ. പാർക്കിങ്ങിന് അവിടെ കാറും ബൈക്കൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് ബൈക്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരെണ്ണം അടിച്ചു മാറ്റാം. ഇല്ലെങ്കിൽ പിന്നെ വേറെ വഴി നോക്കേണ്ടി വരും. ഓക്കെ,
ഇവിടെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് വന്നേക്കാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ട്. ഇതിലിപ്പോൾ ഏത് ബൈക്ക് സെലക്ട് ചെയ്യുക? ഇവിടെ ഡ്യൂക്ക് ഉണ്ട്, നിഞ്ച ഉണ്ട്, സ്പ്ലെൻഡർ ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ നിഞ്ച ഇങ്ങ് എടുക്കാം. ഇതാ മറ്റേ കവാസക്കിയുടെ നിഞ്ച സഡക്സ്റ്റനാറാ. ഇത് നൈസ് ബൈക്കാണ് കേട്ടാ, ഒരു രക്ഷയില്ല. നമുക്കപ്പോൾ ഈ ബൈക്ക് ഇങ്ങ് എടുക്കാം. അതെ, ആ റേസ് സ്റ്റാർട്ട് ആവാറേട്ടാ. നമുക്കിനി അധികം സമയമില്ല, 5 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കപ്പോൾ നേരെ ആ സ്റ്റണ്ട് റേസ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ ഗേസ്, ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അല്ല, ഇതാരാ? ഇത് ജിറാഫിന്റെ കുട്ടിയാണോ? ഹലോ, നിങ്ങൾ ആരാണ്? ഇതെന്തിന്റെ കുഞ്ഞാ? ഞാനിപ്പോ ആരാന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. നീ നോക്കിക്കോ മോനെ, ഞാനാണ് ഈ റേസിൽ ജയിക്കാൻ പോണേ. ആ 1 കോടി രൂപയില്ലേ, അത് എൻ്റെ സ്വന്താ. നിനക്ക് കിട്ടാൻ പോണില്ല. ആ ശരി, നീ ആദ്യം ആ റേസ് കംപ്ലീറ്റ് ചെയ്താലേ ആ 1 കോടി രൂപ കിട്ടുള്ളൂ. ആടാ, നമുക്ക് നോക്കി നോക്കാം. എന്തുട്ടായാലും ഈ റേസിൽ ഞാനാ ജയിക്കാൻ പോണേ. നിനക്ക് ചാൻസ് പോലും കിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞാൻ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യും. ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു വലിയ ജമ്പ് ഉണ്ടായിരുന്നു, ആ ജമ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇത് പിന്നെ വലിയ റേസ് ഒന്നല്ല, ഇതൊരു ചെറിയ റേസാ. ഇതിപ്പോ കംപ്ലീറ്റ് ആവും. ആ, നീ ഇപ്പോൾ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യോ ഇല്ലേന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ജമ്പൊക്കെ വരുന്നുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. ഇതെന്തത്? ഞാൻ അപ്പുറത്തേക്ക് എത്തിയില്ലല്ലോ. നൈസായിട്ട് വെള്ളത്തിൽ വീണു. ഷേ, ഈ വണ്ടി കാര്യമില്ല. എൻ്റെ പൊന്നു മോനെ, എന്തിനാ വണ്ടീനെ കുറ്റം പറയണേ? നിനക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് വണ്ടീനെ കുറ്റം പറയണ്ട. അവനിപ്പോൾ ഏതായാലും ഈ റേസിൽ ഔട്ടായിക്ക. ഇനിയിപ്പോൾ നമുക്ക് ഈ റേസിൽ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ജയിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ 1 കോടിയില്ലേ, ആ 1 കോടി കയ്യിൽ നിന്ന് പോവും. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു ജമ്പൊക്കെ വരുന്നുണ്ട്. ഈ ജമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ആ, ഇതൊക്കെ സിമ്പിള്. ഇത് പിന്നെ ഒരു ചെറിയ ജമ്പാ. ഇവിടെ മുമ്പിലെ വേറെ ഒരു ജമ്പ് വരുന്നുണ്ട്. ഈ ജമ്പ് ഇച്ചിരി സീനാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ ജമ്പ് കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ മറ്റവനെ ഇവിടെ വെച്ചിട്ടാ പോയേ. എന്തെങ്കിലും ആവട്ടെ, ഈ റാം ചലഞ്ചില്ലേ, ഇതിപ്പോ കംപ്ലീറ്റ് ആവാറേട്ടാ. ഇനിയിപ്പോ അധികം ദൂരില്ല. അതെ, ഇവിടെയും ഒരു ജമ്പൊക്കെ വരുന്നുണ്ട് ട്ടാ. ആ, ഇതൊക്കെ ഈസി ജമ്പായിരുന്നു. അയ്യോ, പൂവലെ ജസ്റ്റ് മിസ് ഇട്ടാ. ഇപ്പൊ അടിയിലേക്ക് പോയനെ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ഈ റാം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ലെറ്റ്സ് ഗോ. ഓക്കെ ഗേസ്, ഇവിടെ എനിക്ക് കാശൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. 1 കോടിയായിരുന്നു ക്യാഷ് പ്രൈസ്. ആ 1 കോടി എനിക്ക് കിട്ടി. നമുക്ക് തൽക്കാലം ഈ ബൈക്കില്ലേ, ഇത് ഇവിടെ പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ബൈക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് പിന്നെ 1 കോടി കിട്ടിയില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വേറെ വല്ല വണ്ടി മേടിക്കാം, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.